അല്ല ഇത് എന്തായാലും ഇത് ഹൈക്കോടതിയെ അറിയിക്കേണ്ടവർ അറിയിക്കില്ല. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ തന്നെ സ്വമേധയാ ഇത് അറിഞ്ഞ് കേസെടുക്കുക. അതായത് ഇതിൽ നടക്കുന്ന വയലേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് 5 മിനിറ്റ് ചിന്തിച്ചാൽ കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വഴി നടക്കാനുള്ള അവകാശം, പണിയെടുക്കാനുള്ള അവകാശം. എനിക്ക് ഹൈക്കോടതി അവധിയല്ലേ, അന്വേഷിക്കണം. ഇപ്പൊ ഇത്തരം വയലേഷൻസ് പണി മുടക്കാനും പ്രതിഷേധിക്കാനും നൽകുന്ന അതേ അവകാശം പണിയെടുക്കാനും ഭക്ഷണം കഴിക്കാനും വഴി നടക്കാനും ഉള്ള അവകാശം കൂടി സംരക്ഷിക്കപ്പെടണ്ടേ? സെക്രട്ടറിയിലെത്തുന്ന ജീവനക്കാർക്ക് സുരക്ഷ ഒരുക്കണം NGO സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 10 മണിയാകുമ്പോൾ അറിയാം എത്ര പേരെ അകത്ത് കയറ്റിവിടുന്നുള്ളൂ. അപ്പം മിഥുൻ അയ്യപ്പനിലേക്ക് പോവാം അല്ലേ? കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ഹൈക്കോടതിയുടെ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും. കൊച്ചി നഗരത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിന്റെ വ്യാപാര തലസ്ഥാനം. വാട്ടർ മെട്രോയെ ബാധിക്കില്ല എന്നൊരു വാർത്ത അല്പം മുമ്പ് കണ്ടിരുന്നു. മിഥുൻ അയ്യപ്പൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്തേ നമസ്തേ നമസ്തേ. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജനജീവിതം വലിയ രീതിയിൽ ദുസ്സഹമായിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ മെട്രോ സർവീസുകൾ ഇന്ന് നടത്തും, മുടക്കമില്ലാതെ നടത്തും. മെട്രോ സർവീസുകളും മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫീഡർ ബസ്സുകൾ, മെട്രോയുടെ ഫീഡർ ബസ്സുകൾ എയർപോർട്ടിലേക്ക് മാത്രമായിട്ടാണ് ഇന്ന് പ്രവർത്തനം, അതിൻ്റെ സർവീസ് നടത്തുക. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ വളരെ കൂടിയ രീതിയിൽ, സാധാരണ രീതിയിൽ തന്നെ സ്വകാര്യ വാഹനങ്ങൾ കൂടുതലും ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആദ്യ ഘട്ടത്തിൽ, ഇന്നത്തെ നേരെ പുലർന്നതിന് ശേഷമുള്ള ഒരു കാഴ്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ സുലഭമായി തന്നെ കൊച്ചിയിൽ പുറത്തിറങ്ങുന്നുണ്ട്. കടകുമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. കലൂർ ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനനിബിഡമാകുന്ന ഒരിടമാണ് കലൂര്. ഈ കലൂരിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പണിക്ക് പോകാനൊക്കെ ആയിട്ടുള്ള ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളെല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പണിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കാരണം വാഹനങ്ങളൊക്കെ എത്തിയതിന് ശേഷമുള്ള ഒരു അത്തരത്തിലാണ് അവരുടെ ഒരു പരിപാടികളെല്ലാം തന്നെ മുന്നോട്ട് പോകാറ്. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ വ്യാപകമായി പുറത്തിറങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ മെട്രോ സർവീസ് അത് വലിയ രീതിയിൽ നടത്തുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ഒരു സൗകര്യം ഇതുവഴി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് വലിയ രീതിയിലുള്ളൊരു ആശ്വാസമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ചേട്ടാ, ഇന്ന് ഹർത്താലാണല്ലോ ഇന്നത്തെ ദിവസം. എന്താണ് ഹർത്താലിനുള്ളൊരു അഭിപ്രായം? എന്താ? எல்லா தொழிலாளிக்கும் பணி இல்லை, வேலை இல்லை. அதனால் எல்லா பார்ட்டிக்காராலும் മുടക്ക് പിന്നി ഇന്നേക്ക് മുടക്കായിരും. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു ഇന്നത്തെ? കച്ചവടത്തിൽ ഒന്നുമേ கிடையாது. டிக்கெட்டும் ஓடலை, பிரேஸும் அடிக்கலை, ஒரு லாபம் கிடையாது. ചേട്ടാ, ഇന്ന് പണിക്ക് പോകാൻ പറ്റിയോ? ഇന്ന് പണിക്ക് പോകാൻ പറ്റുമോ? വേലയ്ക്ക് പോകാം? ഇന്ന് പോകുമോ? ഇന്ന് പോകും. ഇന്ന് സ്ട്രൈക്കാർക്കും വേല മുടക്കാർക്കും? വേല മുടക്കില്ല, പണിക്ക് പോകും. ഇവർ പണിക്ക് പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. അത്തരത്തിൽ ചിലരെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ചിലർ പറയുന്നുണ്ട്. ചേട്ടാ, ഇന്ന് ഹർത്താലാണല്ലോ ചേട്ടാ. ഹർത്താലിനാണ് ഇങ്ങനെ? എനിക്കെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണും, അല്ലാണ്ട് ഇത് പറയല്ല. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പണിയില്ല ഇവിടെ, ആകെപ്പാടെ ബുദ്ധിമുട്ടിരിക്കുകയാണ്. ചേട്ടാ, ഇങ്ങനെ ഇന്നത്തെ ഹർത്താലാണല്ലോ, ഇന്നത്തെ ക്ഷമിക്കണം, പണിമുടക്കാണല്ലോ. പണിമുടക്കാണ്. പണിമുടക്കിനോട് എന്താണ് അഭിപ്രായം? എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. ഇപ്പം പറയുന്നത് അംഗീകരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. ഈ ഇന്നത്തെ ദിവസം എന്തിനാണ് പണിമുടക്ക് എന്നുള്ള ഇടയ്ക്കുള്ള കാര്യങ്ങൾക്ക് അറിയാമോ? എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ഒന്നും അറിയാൻ വരാം. ചേട്ടാ ജോലി ചെയ്യുന്നതാണോ? ഞാൻ ജോലി ചെയ്യുന്ന. എന്താണ് ജോലി? ഹോസ്റ്റലിൽ. ഇന്ന് മുടക്കാക്കിയോ? ഇല്ല, ഇന്ന് അവിടെയുണ്ട്. ഹോസ്റ്റലായതുകൊണ്ടുണ്ട്. കടകമ്പോളങ്ങളിൽ അടഞ്ഞു കിടക്കുന്നതിനെ കുറിച്ചും ഈ ഒരു പണി മുടക്കിക്കൊണ്ടുള്ള ഒരു സമര രീതിയെ കുറിച്ചൊക്കെ എന്താ പറയാ? എനിക്ക് ഇതിൻ്റെ അഭിപ്രായമില്ല, ഒരു അഭിപ്രായമില്ല. ഇപ്പം അതുകൊണ്ട് ജനജീവിതം ദുസ്സഹമാകുകയുള്ളൂ, അല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഈ പറയുന്നതല്ല, അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ഞാൻ.
അതാണ് ആളുകൾക്ക് വലിയൊരു മടുപ്പാണ് ഈ പണി മുടക്കിക്കൊണ്ടുള്ള ഒരു മിഥുൻ, സമര രീതി നിസ്സംഗത എന്നുള്ളത്. നിസ്സംഗത അല്ലേ? നിസ്സംഗ മനോഭാവം അതാണ് മലയാളിക്ക്. ഇപ്പം നേരത്തെ മിഥുൻ സംസാരിച്ച ഒരു ചേട്ടൻ രാവിലെ തന്നെ ആഘോഷം തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? പനിയില്ലെങ്കിലും അകത്ത് ചെല്ലേണ്ട സാധനം അകത്ത് ചെന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഹർത്താൽ പ്രമാണിച്ച് നേരത്തെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പണിമുടക്ക് പ്രമാണിച്ചിട്ട്. എന്തായാലും അവർ ഇന്നത്തെ ഒരു ദിവസം പണി ഇല്ല, പണിക്ക് പോകാൻ കഴിയുന്നില്ല. ചിലർ പണിക്ക് പോകുമെന്ന് പറയുന്നുണ്ട്, ചിലരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ ഇന്നെന്താണ് പണിമുടക്ക്, എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ പലർക്കും അറിയില്ല. അല്ല, ഇതൊന്ന് കുറച്ചൊരു അല്പം കൂടി കഴിഞ്ഞ മിഥുൻ അടക്കമുള്ളവർ ഒന്ന് നാട്ടുകാരോടൊന്ന് ചോദിക്കണം. അതെ, ശരി, പണിമുടക്കുണ്ടെന്നറിഞ്ഞു, അന്നം മുടങ്ങുമെന്നറിയാം, വഴി മുടങ്ങുമെന്നറിയാം, യാത്ര മുടങ്ങുമെന്നറിയാം, പക്ഷേ എന്തിനാണ് ഈ പണിമുടക്ക് നടത്തുന്നതെന്ന് അറിയണം. മിഥുൻ, തുടരാം. തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പലരോട് ചോദിക്കുന്നുണ്ട്. പലർക്കും ലേബർ കോഡ് എന്നുള്ളത് ഭാഗികമായി കേട്ടതുകൊണ്ട് ലേബർ കോർട്ടിൽ എന്തോ വിഷയമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. കാരണം ഇവരെ ഒന്നും യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിലുള്ള തരത്തിലേക്ക് ഈ പണിമുടക്കിൻ്റെ അന്തസത്ത ഇറങ്ങി ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എന്തിനാണ് ഈ തങ്ങൾ പണിമുടക്കുന്നത് എന്ന് പോലും അറിയാതെ ഭയം കൊണ്ട് മാത്രം, അത് ഒരു കേരളത്തിൻ്റെ മാത്രം സവിശേഷത ആവാനാണ് സാധ്യത. കാരണം ഇത്തരത്തിൽ ഭയന്നുകൊണ്ട് പണിമുടക്കിനെ അനുകൂലിക്കേണ്ടി വരിക, കടകൾ ഷട്ടർ ഇടേണ്ടി വരിക എന്നുള്ള ഒരവസ്ഥ. ആദ്യ മണിക്കൂറുകളൊക്കെ ഇത്തരത്തിൽ മലയാളികളായിട്ടുള്ളവരെല്ലാം തന്നെ ഈ ഇത്തരത്തിൽ ആ ഭയം കൊണ്ട് തന്നെയാണ് ഇന്ന് വീട്ടിലിരിക്കുന്നത്. ഞാൻ ചോദിക്കുകയായിരുന്നു, അതായത് ഹൈക്കോടതി ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഹൈക്കോടതി, കാരണം ജഡ്ജിമാര് ആണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇതിന് അവസാനമുണ്ടാക്കാൻ ഏക ആശ്രയം ജഡ്ജിമാരാണ്. ന്യായാധിപന്മാർ സ്വമേധയാ കേസെടുക്കണം, അക്രമങ്ങളിൽ ഏർപ്പെടുന്നവരെ നിലക്ക് നിർത്തണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കുന്നുണ്ട്, അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. നമുക്ക് ഈ ആഭാസ സമരം, ഈ ആഭാസ പണിമുടക്ക് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. ഇത് പണിമുടക്കൊന്നും വിളിക്കാൻ പാടില്ലല്ലോ. തികഞ്ഞ ഗുണ്ടായിസം തന്നെയല്ലേ, ഓർഗനൈസ്ഡ് ഗുണ്ടായിസം തന്നെയല്ലേ ഈ നടക്കുന്നത്, സംഘടിത ഗുണ്ടായിസം. മിഥുൻ, തീർച്ചയായിട്ടും ആ ഒരു ഭയം, ഭയപ്പെടുത്തിക്കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം പുതിയ തലമുറയ്ക്കും പുതിയ തലമുറ പൂർണ്ണമായും ഇത്തരത്തിൽ ഈ ഒരു പരിപാടികളോട്, അതായത് ഈ പണിമുടക്കിനോടും ഈ ബന്ദിനോടും ഹർത്താലിനോടെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. പഴയ തലമുറയും ഇപ്പോഴുള്ള തലമുറയും എല്ലാം ഇപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടവരാണെങ്കിൽ പോലും പക്ഷേ അവർക്കും വലിയ രീതിയിലുള്ള അമർഷമുണ്ട്.